കർണാടകയിലെ ബെൽഗാവിയിൽ ശ്രീരാമസേനയുടെ 3 പ്രവർത്തകർ അറസ്റ്റിലായ വാർത്ത ഒരു സാധാരണ കുറ്റകൃത്യമല്ല. മനുഷ്യത്വത്തിൻ്റെ അടിത്തറ തന്നെ തകർക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയാണ്. ശ്രീരാമസേന എന്ന വർഗീയ സംഘടനയിലെ 3 പ്രവർത്തകർ ഒരു സ്കൂളിൻ്റെ കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തി കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാക്കി. കാരണം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഒരു മുസ്ലിമാണ്. അയാളെ സ്ഥലം മാറ്റാൻ വേണ്ടി ഈ ഹീനമായ പ്രവൃത്തി 10ഓളം കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചു. അവരുടെ ജീവൻ തന്നെ നഷ്ടത്തിലാവുന്ന ഒരു സാഹചര്യത്തിലാക്കി. ഒരു വർഗീയ അജണ്ടയ്ക്ക് വേണ്ടി നിഷ്കളങ്കരായ കുട്ടികളെ ബലിയാടാക്കാൻ മടിക്കാത്ത ഈ മനോനില മനുഷ്യത്വത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും കളങ്കപ്പെടുത്തുകയാണ്. ഈ ക്രൂരത ഒറ്റപ്പെട്ടൊരു സംഭവമേ അല്ല. ഇത് വർഗീയ വിദ്വേഷവും ഭിന്നിപ്പും പരത്താൻ ശ്രീരാമസേന പോലുള്ള ഫ്രിഞ്ച് സംഘടനകൾ ബോധപൂർവം നടത്തുന്ന ഒരു വലിയ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണ്. 2023 മെയ് മാസത്തിൽ ഉത്തർപ്രദേശിലെ ഒരു ക്ഷേത്രത്തിൽ ബുർക്ക ധരിച്ച് പ്രകോപനം സൃഷ്ടിച്ച ഒരു ഹിന്ദു യുവാവിൻ്റെ കഥ ഇത്തരം വ്യാജ പ്രവർത്തികളുടെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരം സംഭവങ്ങൾ മതസൗഹാർദ്ദം തകർക്കാനും ജനങ്ങളെ ഭയപ്പെടുത്താനും കലാപമുണ്ടാക്കാനും ഉപയോഗിക്കപ്പെടുന്നു. ശ്രീരാമസേന, RSS പോലുള്ള സംഘടനകൾ തങ്ങളുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ഏത് മനുഷ്യത്വരഹിതമായ മാർഗവും സ്വീകരിക്കാൻ തയ്യാറാണ് എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത്. ബീഫ് ക്ഷേത്രങ്ങളിൽ എറിയുക, വിമാനത്തിൽ വ്യാജ മുദ്രാവാക്യങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ വിഷം കലർത്തുക, ഇവയെല്ലാം സമൂഹത്തിൽ വിദ്വേഷം വിതയ്ക്കാനുള്ള അവരുടെ ഹീനമായ തന്ത്രങ്ങളാണ്. ഇതിൻ്റെ ഫലമോ നമ്മുടെ സമൂഹം ഭിന്നിക്കപ്പെടുകയും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കേണ്ട ജനങ്ങൾ വെറുപ്പിൻ്റെ വഴിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ചരിത്രം ഇത്തരം വ്യാജ പ്രകോപനങ്ങളുടെ രക്തചുവപ്പുള്ള കഥകളാൽ നിറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. 1947 വിഭജനകാലം മുതൽ 2002 ഗോദ്ര ട്രെയിൻ തീവെപ്പും 2006 മലേഗാവ് സ്ഫോടനവും 2007 സംജോത എക്സ്പ്രസ് സ്ഫോടനവും 2007 മക്ക മസ്ജിദ് സ്ഫോടനം ഇവയെല്ലാം വർഗീയവാദികൾ വ്യാജ കഥകൾ ഉണ്ടാക്കി നിരപരാധികളെ ശിക്ഷിക്കാൻ ഉപയോഗിച്ചവയാണ്. 2008 മലേഗാവ് സ്ഫോടന കേസിൽ സ്വാമി അസീമാനന്ദിൻ്റെ കുറ്റസമ്മതമായി ഈ സ്ഫോടനങ്ങൾ ഹിന്ദുത്വ ഗ്രൂപ്പുകളാണ് നടത്തിയതെന്ന് തെളിയിച്ചു. എന്നിട്ടും ഇന്ത്യൻ മുജാഹിദീൻ, ഹുജി തുടങ്ങിയ പേര് പറഞ്ഞ് നിരപരാധികളായ മുസ്ലിം യുവാക്കളെ ജയിലിൽ അടച്ചു. 2002 ഗുജറാത്ത് കലാപം വ്യാജ പ്രകോപനങ്ങളുടെ ഫലമായി ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്തി. ഈ സംഭവങ്ങളിൽ യഥാർത്ഥ കുറ്റവാളികൾ പലപ്പോഴും പിടിക്കപ്പെടാതെ നിരപരാധികളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടത്. ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ദയനീയ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യയിൽ 2001 പാർലമെൻറ്റ് ആക്രമണം മുതൽ 2013 ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്ഫോടനം വരെ ഇന്ത്യൻ മുജാഹിദീൻ, ഹുജി തുടങ്ങിയ പേര് ഉപയോഗിച്ച് ഹിന്ദുത്വ ഗ്രൂപ്പുകളാണ് നടത്തി വന്നത്. 2008 മലേഗാവ് സ്ഫോടനത്തിൽ സ്വാതി പ്രഗ്യാ സിംഗ് താക്കൂറും ലഫ്റ്റനൻറ്റ് കേണൽ പ്രസാദ് പുരോഹിത് തുടങ്ങിയവർ പ്രതികളായെങ്കിലും പിന്നീട് വിചാരണയിൽ വെറുതെ വിടുകയായിരുന്നു. ഈ വെളിപ്പെടുത്തലുകളൊക്കെ ഹിന്ദുത്വ സംഘടനകളുടെ ഇരട്ടത്താപ്പിൻ്റെ മുഖമായിരുന്നു തുറന്നു കാട്ടിയത്. ഈ വ്യാജകേസുകളുടെ ഏറ്റവും വലിയ ഇരകൾ നിരപരാധികളാണ്. 2002 അക്ഷർധാം ക്ഷേത്ര ആക്രമണ കേസിൽ 12 പേർ 20 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞു. സുപ്രീം കോടതി 2014 അവരെ വെറുതെ വിടുന്നത്. 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിൽ 12 പേർ വ്യാജ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷിക്കപ്പെട്ടത്. അവർ 2015 വെറുതെ വിടപ്പെടുന്നത്. 2007 അജ്മീർ ദർഗാ സ്ഫോടന കേസിൽ രാജസ്ഥാൻ ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചു, നിങ്ങൾ നിയമം പഠിച്ചിട്ടുണ്ടോ? ഒരേ സാക്ഷികളെ വ്യത്യസ്ത കേസുകളിൽ ഉപയോഗിക്കുമ്പോൾ നീതിന്യായ വ്യവസ്ഥയല്ലേ പരിഹാസ്യമാകുന്നത്? 2008 ബാട്ടല ഹൗസ് എൻകൗണ്ടറിൽ ഉത്തർപ്രദേശിൽ 100 കണക്കിന് മുസ്ലിം യുവാക്കളെ ഇന്ത്യൻ മുജാഹിദീൻ എന്ന പേര് പറഞ്ഞ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ തെളിവുകളില്ലാതെ പലരും വെറുതെ വിടുകയായിരുന്നു. ഈ കേസുകളിൽ നിരപരാധികളുടെ ജീവിതം തകരുകയും യഥാർത്ഥ കുറ്റവാളികൾ പിടിക്കപ്പെടാതെ സ്വതന്ത്രമായി വിഹരിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ ഇസ്ലാമോഫോബിയ പടർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമം തന്നെയാണ്. ബെൽഗാവിലെ ഈ സംഭവം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ദയനീയ പരാജയത്തിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ്. 2008 മലേഗാവ് കേസിൽ പ്രഗ്യാ സിംഗ് താക്കൂർ വെറുതെ വിടപ്പെട്ടപ്പോൾ കോടതി പറഞ്ഞു, ബോംബ് പൊട്ടി, പക്ഷെ ആര് ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഈ വിധി നീതിയുടെ തോൽവിയല്ലേ? യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കാൻ കഴിയാത്തൊരു വ്യവസ്ഥ നിരപരാധികളെ ശിക്ഷിക്കുകയും കുറ്റവാളികളെ രക്ഷിക്കുകയും ചെയ്യുന്നു. 2013 ശേഷം സുപ്രീം കോടതി 100 കണക്കിന് നിരപരാധികളെ വെറുതെ വിട്ടു. പക്ഷേ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഈ പരാജയം നമ്മുടെ സമൂഹത്തിൻ്റെ ധാർമ്മിക അടിത്തറയാണ് തകർക്കുന്നത്. ശ്രീരാമസേന പോലുള്ള സംഘടനകൾ സ്വന്തം സമുദായത്തോടോ മനുഷ്യത്വത്തോടോ യാതൊരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല. അവർക്ക് കലാപവും ഭയം വിതയ്ക്കലാണ് ലക്ഷ്യം. 2018 കർണാടകയിൽ ശ്രീരാമസേന പ്രവർത്തകർ മുസ്ലിം യുവാക്കളെ ആക്രമിച്ചു. ലവ് ജിഹാദ് എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചായിരുന്നു. 2022 ഹിന്ദുത്വ ഗ്രൂപ്പുകൾ ഹിജാബ് വിവാദത്തിൽ വിദ്യാർത്ഥിനികളെ ലക്ഷ്യമിട്ടു. സമൂഹത്തിൽ വിദ്വേഷം പടർത്തി. ബെൽഗാവിയിലെ ഈ സംഭവം കൂടെ ഈ വർഗീയ വിഷയത്തിൻ്റെ തുടർച്ച മാത്രമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ
ഈ വ്യാജ കഥകളെ തിരിച്ചറിയണം. നീതിന്യായ വ്യവസ്ഥ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. അല്ലെങ്കിൽ വർഗീയതയുടെ ഈ വിഷം നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ നശിപ്പിക്കും. ഈ വിദ്വേഷത്തിനെതിരെ നീതിക്കും സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടി നമ്മൾ ഒന്നിച്ച് നിന്ന് പോരാടേണ്ട സാഹചര്യമാണിത്. Waytonikah.com, the exclusive Muslim matrimonial site.